ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം എക്സ്പെഷ്യലി ഒരുപാട് ഫാൻ ബേസ് ഉള്ള നമ്മുടെ തലൈവർ വിജയുടെ പടത്തെ കുറിച്ചാണ്. ഗോട്ട്, ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. രാവിലെ എഴുന്നേറ്റ് 4 മണിയുടെ ഷോയ്ക്കാണ് കാണാൻ പോയത്. പടത്തിന്റെ ഫസ്റ്റ് പോസിറ്റീവ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറെ വർഷങ്ങളായിട്ട് നമ്മൾ കട്ടിലിൽ പുകച്ച് ഇവിടൊക്കെ വിണ്ട് കീറിയിരിക്കുന്ന ഒരു ചേച്ചി ഉണ്ടായിരുന്നു. പുള്ളിക്കാരിയെ കട്ട് ചെയ്ത് ഇപ്പൊ പകരം ഒരു അമ്മാവൻ വന്നിട്ടുണ്ട്. അതാണ് പുകയിലയുടെ പരസ്യം പുതുതായിട്ട് വന്നേക്കുന്നത്. അതാണ് ഫസ്റ്റ് പോസിറ്റീവ് ആയിട്ട് തോന്നുന്നത്. ഇനി പടത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രതീക്ഷയോടാണ് തിയേറ്ററിൽ പോയത്. കാരണം എസ്പെഷ്യലി ഞാൻ വിജയനെക്കാട്ടിൽ കൂടുതൽ ഈ പടം കാണാനുള്ള കാരണം വെങ്കിട്ട് പ്രഭു എന്ന് പറഞ്ഞ ഡയറക്ടറാണ്. അദ്ദേഹത്തിന്റെ മൈ ഫേവറേറ്റ് ഫിലിം എന്ന് പറയുന്നത് തല അജിത്തിന്റെ മങ്കാത്തയായിരുന്നു. അത് അസാധ്യ സിനിമ എന്ന് തന്നെ പറയാം. എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ഫിലിം തന്നെയാണ്. സോ പറഞ്ഞു വരുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വിജയ് ഫാൻസിന് വേണ്ടിയാണ് എപ്പോഴും വിജയ് ഫിലിം ചെയ്യുന്നത്. അതിൽ നിന്ന് ഒരു ഡിഫറൻറ്റ് വിജയ്ക്ക് വരിക എന്ന് പറയുന്നത് അസാധ്യം എന്ന് തന്നെ പറയാൻ പറ്റും. പടത്തിലോട്ട് വരാം. വിജയുടെ ആസ് യൂഷ്വൽ കുടുംബ പ്രേമം തന്നെയാണ്. അതിൽ വിജയുടെ പേരായിട്ട് വരുന്നത് സ്നേഹയാണ്. സ്നേഹ കുറെ നാൾക്ക് ശേഷമാണ് സ്ക്രീനിൽ കാണാൻ പറ്റുന്നത്. നല്ല നല്ല രസമുണ്ട് സ്നേഹനെ കണ്ടിരിക്കാൻ തന്നെയായിട്ട്. പിന്നെ വിജയ്ക്ക് ഒരു കുടുംബം, ആ കുടുംബത്തിൻ്റെ ആയിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് പടം മുന്നോട്ട് പോകുന്നു. പക്ഷേ നമ്മൾ എല്ലാ സിനിമയിലും കണ്ടേക്കുന്ന പോലെ തന്നെ വിജയുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഒരു ഹൈഡി വെച്ചേക്കുന്ന ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പം ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ബേസിൽ ലൈഫ് പോകുന്നതും പിന്നെ കുറെ ട്വിസ്റ്റുകൾ വരുന്നതും പിന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്തതുപോലെ തന്നെ ഡി ഏജ്ഡ് വിജയിനെയാണ് പിന്നെ കാണുന്നത്. ആദ്യമൊക്കെ കാണുമ്പോഴത്തേക്ക് നമ്മൾക്കിത് വിജയനൊരു ഒരു ഒരു ഇങ്ങനെ പ്ലേസ് ചെയ്തേക്കുന്നത് ഇങ്ങനെ ഒരു ഫസ്റ്റ് ടൈം കാണുന്നതുകൊണ്ടായിരിക്കാം. ഇന്ത്യയിൽ തന്നെ എനിക്ക് തോന്നുന്നു വളരെ ചുരുക്കം. കാരണം ഷാരൂഖ് ഖാന്റെ ഫാൻ എന്ന് പറയുന്ന സിനിമയിലാണ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുക. അതിന് വേറെ 1-2 ഫിലിമുണ്ട്. സൗത്ത് ഇന്ത്യയിൽ ഫസ്റ്റ് ഫിലിമാണ് വിജയ് ഡി ഏജ്ഡ് ടെക്നോളജിയിൽ വരുന്നത്. ഈ ഡി ഏജ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയാ, അവഞ്ചേഴ്സിലും ജുറാസിക് പാർക്ക് അങ്ങനെ കുറെ പടങ്ങളിലൊക്കെ ചെയ്തേക്കുന്നത് സെയിം ടീം തന്നെയാണ് ചെയ്തേക്കുന്നത്. സോ ആദ്യം നമുക്കൊരു ഇത് എന്താ ഇങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ പിന്നീട് ഈ ഡി ഏജ്ഡ് ചെയ്ത ക്യാരക്ടർ വിജയുടെ ഒപ്പം തന്നെ ത്രൂ ഔട്ട് അങ്ങോട്ടുണ്ട്. അപ്പൊ അത് കണ്ടിരിക്കുമ്പോൾ ഓക്കെ, നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്തു പോകും. പിന്നെ വിജയുടെ ഗ്യാങ്ങിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് പ്രഭുദേവും വിജയും തമ്മിലുള്ള കോമ. കാരണം പ്രഭുദേവ എന്ന് പറയുന്നത് ഒരു സ്റ്റാർ വാല്യൂ ഉള്ള, അല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും നമ്പർ 1 പൊസിഷൻ നിൽക്കുന്ന ഒരു ഡാൻസ് കൊറിയോഗ്രാഫറാണ്. എക്സ്പെഷ്യലി നടനുമാണ്. വിജയുടെ ടീം എന്ന് പറയുന്നത് വളരെ സെറ്റ് ആയിട്ടുള്ള ടീമാണ്. ആ ടീമില് പ്രഭുദേവയുണ്ട്. പിന്നെ നമ്മുടെ പഴയകാല നടൻ പ്രശാന്ത് ഉണ്ട്. പ്രശാന്ത് പഴയകാല നടൻ എന്ന് പറയുന്നില്ല, പഴയ കാലത്ത് തിളങ്ങി നിന്നൊരു നടനാണ് പ്രശാന്ത്. പിന്നെ വരുന്നത് നമ്മുടെ അജ്മല്, ഇപ്പോഴും നമ്മുടെ വേനൽപ്പുഴയിലെ ചുള്ളനായിട്ട് ഇപ്പോഴും തന്നെ ഇരിക്കുന്ന അജ്മൽ. ഇവരാണ് ഒരു ടീം എന്ന് പറയുന്നത്. അപ്പൊ ആ ടീമിന്റെ ആയിട്ടുള്ള ഫാമിലിയും വിജയുടെ ഫാമിലിയും എല്ലാം കാണിച്ച് പടം മുന്നോട്ട് പോണതും പിന്നെ ട്വിസ്റ്റ് വരുന്നതും പിന്നെ ഇവരൊരു അസ് യൂഷ്വൽ തന്നെ വിജയുടെ ലാസ്റ്റ് ഇറങ്ങിയപ്പോ ലിയോ ആണെങ്കിലും തുപ്പാക്കിയൊക്കെ ആണെങ്കിലും ആ പടങ്ങളിലൊക്കെ ഉള്ള വിജയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഹൈഡാണ്, എന്താണ് വിജയ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഇതിൽ പ്ലേസ് ചെയ്തേക്കുന്നത്. നമ്മുടെ ജയറാമുണ്ട്. ജയറാമിനെ എനിക്ക് തോന്നിയത്, എനിക്ക് തുപ്പാക്കിയിലെ സെയിം ജയറാമിനെ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം അതേ സെയിം മേക്ക് ഓവർ, അതിലെ സെയിം ആക്ടിങ് സ്റ്റൈല്. ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് ഒരു വലിയ ഓളമൊന്നും ഉണ്ടാക്കാതെ ഫാമിലിക്ക് വേണ്ടിയുള്ള പാസം കുത്തി നിറച്ച് പാസത്തിൽ മുഴുകി നിന്ന് പോകുന്ന ഒരു ഫസ്റ്റ് ഹാഫാണ്. പക്ഷെ ഫസ്റ്റ് ഹാഫിന്റെ ഒരു ഇന്റർവെൽ സ്റ്റേജിലോട്ട് കൊണ്ടുപോകുമ്പോഴത്തേക്ക് പടം തിരിച്ചൊരു പഞ്ചിലോട്ട് വന്ന രീതിയിലാണ് പടം കൊണ്ട് നിർത്തിയേക്കുന്നത്. കാരണം പാസ് ഒരു ഓവറായി പോയിട്ട് നോക്കി ഇന്റർവെൽ വലിയൊരു കൈയടി കൊടുത്തിട്ട് ഇന്റർവെല്ലിൽ ഇറങ്ങാനായിട്ട് പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ എനിക്ക് പറയാം. സെക്കൻഡ് ഹാഫിലോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ തിയേറ്ററിൽ കണ്ട ട്വിസ്റ്റുകളും പിന്നെ വിജയുടെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള ലൈഫിന്റെ യഥാർത്ഥ റിയൽ ലൈഫ് സ്റ്റോറിയൊക്കെയാണ് കാണിച്ചു പോകുന്നത്. അപ്പൊ അതില് ആ കാണിച്ചേക്കുന്ന പ്ലേസ് ചെയ്തേക്കുന്ന ക്യാരക്ടറുകളൊക്കെ അടിപൊളിയാണ്. ഇത് ഇങ്ങനെയൊക്കെ കണ്ടുപോകുന്ന സമയത്ത് ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എനിക്ക് പേഴ്സണലി ഒരു നെഗറ്റീവ് ഫീലാണ് തോന്നി. കാരണം ലാസ്റ്റ് പടത്തില് അനിരുദ്ധായിരുന്നു വിജയ്ക്ക് മ്യൂസിക് കൊടുത്തിരുന്നത്. അനിരുദ്ധിന്റെ ഒരു പഞ്ച് സാധനങ്ങൾ പാട്ടുകളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡൗൺ ആയിട്ടിരിക്കുന്ന സിറ്റുവേഷനിൽ നിന്ന് പെട്ടെന്ന് തിയേറ്ററിനെ ഇളക്കി മറിക്കാൻ പറ്റുന്ന ഒരു സാധനമായിരിക്കും അനിരുദ്ധ് കൊടുത്തേക്കുന്നത്. പക്ഷെ യുവർ ശങ്കർ രാജ് മോശമൊന്നല്ല. യുവർ ശങ്കർ രാജിന്റെ സോങ്ങുകളൊക്കെ അടിപൊളിയാണ്, ഫേമസ് ഒരുപാട് പാട്ടുകളുണ്ടെങ്കിലും ഇതിലോട്ട് വരുമ്പോൾ
പാട്ടുകൾ ഭയങ്കരമായിട്ട് നിരാശപ്പെടുത്തി കളഞ്ഞു. പാട്ടുകളിൽ വേണമെങ്കിൽ കയറി പിടിക്കാമായിരുന്നു, പക്ഷെ എന്തോ ഒരു ഡപ്പാങ്കൂത്ത് സാധനം അങ്ങ് ചെയ്ത് വെച്ചേക്കുന്നല്ലാതെ നമുക്കൊരു എന്താ പറയുക, ഒരു രോമാഞ്ചിഫിക്കേഷനോ എന്ന് തുള്ളാനോ അല്ലെങ്കിൽ കൈയടിക്കാനോ പറ്റിയ ഒരു വേ ഓഫ് സാധനം അവിടെ കിട്ടിയിട്ടില്ല എന്നുള്ളത് എനിക്ക് പടത്തിൽ വന്ന ഏറ്റവും വലിയ നെഗറ്റീവുകളൊന്നായിട്ടാണ് വന്നത്. ഇനി പടം കണ്ടിന്യൂസ്ലി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് വലിയൊരു ഇഷ്യൂവിൽ ചെന്ന് ചാടുന്നു. ആ ഇഷ്യൂവിൽ നിന്ന് ഈ പറഞ്ഞ നമ്മുടെ വിജയ്ക്ക് ഓൾറെഡി ഏജ്ഡ് വിജയിലാണ് കാണിക്കുന്നത്. ഏജ്ഡ് വിജയ് നമ്മുടെ ഏജ്ഡ് വിജയിയായിട്ടുള്ള കോംബോ സീനുകളൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റണ്ടുകളെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് മിഷൻ ഇമ്പോസിബിൾ പടത്തിൽ കാണുന്ന കുറെ സീക്വൻസുകൾ ഇതിനകത്തുണ്ട്. കാരണം മിഷൻ ഇമ്പോസിബിളിൽ നിന്ന് കുറച്ചൊക്കെ ഡിഫറൻസ് വരുത്താമെങ്കിലും അതേപോലെയൊക്കെയുള്ള കുറെ സീക്വൻസുകൾ എനിക്കിതിൽ ഫീൽ ചെയ്തേക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവസാന സ്റ്റേജിലോട്ട് വരുന്ന സമയത്ത് എല്ലാ വിജയ് സിനിമകളിലുള്ള പോലെ തന്നെ രക്ഷകനാണ് വിജയ്. രക്ഷകനാകുന്നതാണ്. ആയിരക്കണക്കിന് ആൾക്കാരെ രക്ഷിക്കുന്ന ഒരു നായക കഥാപാത്രത്തിലോട്ട് മാറുകയാണ്. ക്ലൈമാക്സിന്റെ ഒരു ഏരിയ പ്രത്യേകിച്ച് വരുമ്പോൾ CSK, ധോണി, അങ്ങനെ കുറെ കാര്യങ്ങളവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒറിജിനൽ ഷൂട്ടിൽ നിന്ന് ആ ഫുട്ടേജ് തന്നെ ക്യാപ്ചർ ചെയ്ത് തിയേറ്ററിൽ കാണിക്കുന്ന ധോണി, അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ക്ലൈമാക്സ്, ആസ് യൂഷ്വൽ ക്ലൈമാക്സ് എനിക്കിപ്പോഴും തോന്നുന്നത് ഒരു വെറൈറ്റി പിടിക്കാൻ ക്ലൈമാക്സിൽ ഒട്ടും പറ്റിയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. സാധാരണ നല്ല വില്ലൻ നായകനായിട്ടുള്ള നേർ വരുന്നു എന്നുള്ള ഒരു സംഭവത്തിൽ നിന്ന് ഒരു ഡിഫറൻസ് അവിടെ ഫീൽ ചെയ്തില്ല. ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വൺ ഡേ വാച്ചബിളായിട്ട്, എക്സ്പെഷ്യലി വിജയ് ഫാൻസിനൊക്കെ കാണാൻ പറ്റിയ രീതിയിൽ ഒരു മിക്സഡ് ഐറ്റംസ് ആയിട്ടാണ് ഈ പടം ചെയ്തേക്കുന്നത്. ഒരു വെങ്കട് പ്രഭുവിന്റെ പടം കാണാൻ പോയിട്ട് എനിക്കതിൽ ഒരു ഡിസാറ്റിസ്ഫൈഡ് ആണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. പക്ഷെ ഒരു വിജയ് ഫാൻ എന്നുള്ളത് വിജയുടെ കുറെ മൊമെന്റ്സ്, വിജയുടെ കുറെ ആക്ടിങ് സ്റ്റൈലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എനിക്ക് കുറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ സീനുകളൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല രസമായിട്ട് തന്നെ അത് പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് ഈ എൻഗേജ്ഡ് ആക്കുക എന്നുള്ള ഒരു കാര്യത്തിൽ ഈ പടം ഒരു താഴോട്ട് പോയോ എന്നൊരു സംശയം എനിക്കുണ്ട്. അപ്പോൾ ടോട്ടലി പറയുകയാണെന്നുള്ള ഒരു വൺ ഡേ വാച്ചബിളായിട്ട് തിയേറ്ററിൽ നിന്ന് കണ്ടിറങ്ങാൻ പറ്റിയ ഒരു പടമായിട്ടാണ് എനിക്ക് ഇതിൽ തോന്നിയിട്ടുള്ളത്. അപ്പം നിങ്ങൾ ആരെങ്കിലും പടം കണ്ടവരുണ്ടെങ്കിൽ ഇതിൽ കമന്റ് രേഖപ്പെടുത്താം. കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടിട്ട് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ നമുക്ക് തിരുത്താവുന്നതാണ്.